സ്നേഹമുള്ളവരെ, ഇറ്റേണൽ സിറ്റിയായ റോമിലെ ഫെൻ ചുവാനിയിൽ റോം രൂപതയുടെ കത്തീഡ്രൽ പള്ളിയായ ലാറ്ററൻ ബസിലിക്കയാണ് നമ്മളിന്ന് കാണുന്നത്. വലിയ ചരിത്രമുറങ്ങുന്ന പള്ളിയാണ് കേട്ടോ. AD 313, അതായത് സഭയുടെ ആദ്യകാലം മുതൽ 1309 വരെ മാർപ്പാപ്പമാർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു വത്തിക്കാന് മുമ്പുള്ള കാത്തലിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാം. റോമിലെ 4 മേജർ ബസിലിക്കകളിൽ വെച്ച് ആദ്യത്തെ ബസിലിക്കയാണിത്. ഇതിൻ്റെ ഈ വാതിൽ അത് 25 വർഷം കൂടുമ്പോഴുള്ള ജൂബിലി വർഷങ്ങളിലാണ് അത് തുറക്കപ്പെടുക. ഇയർ ഓഫ് മേഴ്സിക്ക് അത് തുറന്നിരുന്നു. അതുപോലെ തന്നെ ഇത് 7 ഹോളി ഡോർസിൽ വരുന്ന ഒരു ഡോറാണ്. 1700ാമത്തെ ജൂബിലി ആഘോഷിക്കുന്നത് കൊണ്ട് ഈ വർഷം അത് തുറക്കുന്നുണ്ട്. കോൺസ്റ്റന്റീനാണ് റോമിൽ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഇവിടെ കാണാം. നമ്മൾ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. AD 324 സിൽവസ്റ്റർ മാർപ്പാപ്പ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ബസിലിക്ക കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് ഇത് തീപിടുത്തത്തിനും അതുപോലെ തന്നെ ഭൂമികുലുക്കത്തിലൊക്കെ നശിക്കുകയുണ്ടായി. സെർജിയോസ് മാർപ്പാപ്പ ഇത് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ നാമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയുണ്ടായി. ദേവാലയത്തിൽ 2 സൈഡുകളിലായിട്ടും വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും മറ്റ് സ്ലീഹന്മാരുടെയൊക്കെ രൂപങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. മുകൾ ഭാഗവും ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളാലും ഒക്കെയായിട്ട് അത് മനോഹരമാക്കിയിട്ടുണ്ട്. ദേവാലയം ഉള്ളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നടുഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അൾത്താര സ്ഥാപിക്കപ്പെട്ടിരിക്കുക. ഇനി അൾത്താരയുടെ പുറകിലേക്ക്, ദേവാലയത്തിലെ അൾത്താരയുടെ പുറകിലേക്കാണ് മാർപ്പാപ്പ ഇരിക്കുവാനായിട്ടുള്ള മാർപ്പാപ്പയുടെ ഔദ്യോഗിക സിംഹാസനമൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. റോമാരൂപതയുടെ മെത്രാൻ മാർപ്പാപ്പയാണ്. അതുകൊണ്ട് ഇതാണ് മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ ഇരിപ്പിടം. ലാറ്റിൻ ലിറ്റർജിയിൽ നവംബർ 9 ഡെഡിക്കേഷൻ ഓഫ് ദ ലാറ്ററൻ ബസിലിക്ക നമ്മൾ കാണുന്നുണ്ട്. അത് ഈ ദേവാലയത്തിൻ്റെതാണ്. ഇവിടെ നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചിത്രം കാണാവുന്നതാണ്. വിശുദ്ധ ഫ്രാൻസിസ് പിതാവുമായിട്ട് വലിയൊരു അടുപ്പമുള്ളൊരു ദേവാലയം കൂടിയാണിത്. അതിന് കാരണം ഏപ്രിൽ 16 1209 അന്നത്തെ മാർപ്പാപ്പയായ ഇന്നസെൻ്റ് മാർപ്പാപ്പയുടെ അടുത്ത് ഫ്രാൻസിസ് പിതാവ് തൻ്റെ സഭയുടെ നിയമാവലിക്ക് അനുവാദം ചോദിക്കുവാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ തലേ ദിവസം രാത്രി മാർപ്പാപ്പയ്ക്കൊരു സ്വപ്നം ഉണ്ടാകുന്നു. ആ സ്വപ്നത്തിൽ ദേവാലയം പൊളിഞ്ഞു വീഴുന്നതായിട്ടും ബസിലിക്ക പൊളിഞ്ഞു വീഴുന്നതായിട്ടും അത് ഫ്രാൻസിസ് പിതാവ് താങ്ങി നിർത്തുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഫ്രാൻസിസ് പിതാവ് വരുമ്പോൾ നീയാണല്ലേ പൊളിഞ്ഞു വീഴുന്ന സഭയെ താങ്ങി നിർത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് മുസോളിനിയാണ് ഈ ഒരു ഫ്രാൻസിസിൻ്റെ സ്റ്റാച്യു ഒക്കെ ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് സ്ഥാപിക്കാനായിട്ട് ഇടയായത്. ഈ ഡൂമിലാണെങ്കിലും വിശുദ്ധ ഫ്രാൻസിസിനെയും വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെയും ചിത്രങ്ങൾ വരച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഫ്രാൻസിസ്കൻ അച്ഛന്മാർ എപ്പോഴും കുമ്പസാരിപ്പിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ സന്നിഹിതരായിട്ട് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. എപ്പോഴും കുമ്പസാരിപ്പിക്കുവാനും അതുപോലെ തന്നെ നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ സൗകര്യമുണ്ട്. അതിനായിട്ട് ചെറിയ സാങ്ച്വറികൾ, ചെറിയ അൾത്താരകളുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരക്കൂടുകൾ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ട്. അവിടെയൊക്കെ വൈദികർ കുമ്പസാരിപ്പിക്കാനായിട്ടിരിക്കുന്നുണ്ട്. വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് 1700ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ തീർച്ചയായിട്ടും ജൂബിലി വർഷത്തിൽ ദൈവാനുഗ്രഹങ്ങളാൽ നിറയുവാനായിട്ട് നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. അവിടുത്തെ വലിയ അനുഗ്രഹങ്ങളാൽ നമ്മൾ നിറയട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.